ഗ്രീൻ നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കനാട് കളക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ IT പാർക്കിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത് ഉള്ള ഒരു വില്ല പ്രോജക്റ്റാണ് അത്. ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ തന്നെയാണ്. നമ്മളൊരു പ്രോജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നോക്കുന്ന ഒരാൾ ലൊക്കേഷൻ തന്നെയാണ് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ഗ്രീൻ ടെക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയുള്ള ഒരു പ്രോജക്റ്റാണ്. കാരണം ടൗണിനകത്ത് ചെയ്യുന്നൊരു പ്രോജക്റ്റാണത്. ഈ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ കളക്ടറേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ വികലൻഡ് പോകുന്ന റൂട്ടിലോട്ട് പോകും, ഇൻഫോ പാർക്കിലോട്ട് തിരിയാതെ തന്നെ അത്താണി എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. ആ അത്താണി ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെ പുറവങ്കരയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്, എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ. ആ പ്രോജക്റ്റിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 900 മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലോട്ട് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് കാണാം, കാക്കനാട് കാണാം, മെട്രോ സ്റ്റേഷൻ, ഇതെല്ലാം നമുക്കൊരു 5 to 10 മിനിറ്റ്സ് താഴെ ഡ്രൈവ് നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് സ്കൂൾസുകളായുള്ള ജെംസ്, സംസ്കാര, അതുപോലെ രാജഗിരി, ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, ഭവൻസ്, ഇതെല്ലാം ഒരു 5 to 10 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. ഈ ലാൻഡ് നമ്മൾ കാണുമ്പോൾ ഒരു കുന്നിന് മുകളിൽ ഒരു ടേബിൾ ടോപ്പായിട്ട് കിടക്കുന്ന ഒരു ലാൻഡാണ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന പുറവങ്കരയുടെ ഒരു 12 അല്ലെങ്കിൽ 14 ഫ്ലോർ ഹൈറ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലോട്ട് വളരെ ഭംഗിയാണ്, ശരി, നല്ല ഏരിയയാണ്, നല്ല വ്യൂ ഉള്ള പ്ലോട്ടാണ്. പിന്നെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ഏക്കറാണ് നമ്മുടെ ലാൻഡ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ 30 വില്ലയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സ്റ്റാർട്ടിങ് ഒരു 6 സെൻറ്റ് തുടങ്ങിയിട്ട് ഒരു 10 സെൻറ്റ് 11 സെൻറ്റ് വരെ വരുന്ന പ്ലോട്ട് സൈസുകൾ നമുക്ക് അതിനകത്തുണ്ട്. 6 ഇഞ്ച് ലാൻഡിൽ നമ്മൾ 2600 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പ്ലാനിലുള്ളത്. നമ്മുടെ എപ്പോഴും ഉള്ള ഒരു ഡിസൈൻ തന്നെ ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും, അതുകൂടാതെ തന്നെ ഒരു ആറ്റിക് സ്പേസും നമ്മൾ കൊടുക്കുന്നുണ്ട്. 30 സെൻറ്റ്സോളം ലാൻഡ് നമ്മൾ ഇതിൻ്റെ കോമൺ ഏരിയയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. നല്ലൊരു പ്ലേ ഏരിയ, അതുപോലെ നല്ലൊരു ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസിനകത്ത് ഇൻഡോർ ഗെയിംസുകളും ഹെൽത്ത് ക്ലബും നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ഏരിയയിൽ നമ്മളൊരു വലിയ പൂളും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ 6 മീറ്റർ വൈഡായുള്ള റോഡാണ് നമ്മൾ കൊടുക്കുന്നത്. 24 hours സെക്യൂരിറ്റിയും CCTV ക്യാമറ, അങ്ങനെ വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ശരിക്കും.